കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ മാസങ്ങളിൽ KKR, ബ്ലാക്ക്സ്റ്റോൺ തുടങ്ങിയ ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആഗോളതലത്തിലെ നിക്ഷേപ ഭീമന്മാർ ഇന്ത്യൻ ആതുര സേവന മേഖലയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇത്തരത്തിൽ അടിയന്തര താല്പര്യം പ്രകടിപ്പിക്കാനുള്ള കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. നമസ്കാരം, ഞാൻ മുഹമ്മദ് കുട്ടി. ഇൻസൈറ്റിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആരോഗ്യ മേഖലയിലെ പ്രൈവറ്റ് ഇക്വിറ്റി ഡീലുകളുടെ പ്രവാഹം നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. കൂടുതലായി ബ്രാൻഡഡ് ആശുപത്രികൾ ചികിത്സ തേടുന്ന രീതിയിലേക്ക് സമീപകാലത്ത് ഇന്ത്യക്കാർ, വിശിഷ്യ മലയാളികൾ മാറിയിരിക്കുന്നു. ഇതാണ് ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിലെ ഒരു പ്രധാന കാരണം. കോവിഡിന് ശേഷമാണ് ഈ രീതിയിലുള്ള മാറ്റം കൂടുതലായി പ്രകടമാക്കപ്പെട്ടു തുടങ്ങിയത്. ഡോക്ടർമാരുടെ ജനപ്രീതിയോ പ്രശസ്തിയോ മുൻനിർത്തിയായിരുന്നു മുൻകാലങ്ങളിൽ കേരള ജനത ആതുര സേവനം തേടിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ തീരുമാനം പ്രധാനമായും നിർണ്ണയിക്കുന്നത് ആശുപത്രിയുടെ ബ്രാൻഡാണ്. ഈ പ്രവണത ഇനിയും വളരുമെന്നാണ് കരുതപ്പെടുന്നത്. ജനങ്ങളുടെ വരുമാനത്തിലെ വർധനവും ഇൻഷുറൻസിൻ്റെ സാധ്യതകളിലുണ്ടായ സ്വീകാര്യതയും പരിരക്ഷയും വർദ്ധിച്ചു വരുന്ന അവബോധവും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ മൂലം ഉപഭോക്താക്കൾ ഇപ്പോൾ NAB അല്ലെങ്കിൽ JCI അംഗീകൃത ആശുപത്രികൾ, സ്വകാര്യ മുറികൾ, പ്രീമിയം സേവനങ്ങൾ എന്നിവ കൂടുതലായി ആവശ്യപ്പെടുന്നു. കേന്ദ്രീകൃത സ്വഭാവമില്ല എന്നത് ഇന്ത്യൻ ആരോഗ്യ മേഖലയുടെ പ്രത്യേകതയാണ്. രാജ്യത്തെ ആകെ ഹോസ്പിറ്റൽ ബെഡുകളിൽ വെറും 5% മാത്രമാണ് പ്രധാനപ്പെട്ട 8 ഹോസ്പിറ്റൽ ബ്രാൻഡുകളുടെ കൈവശമുള്ളത്. ശേഷിക്കുന്ന 95% ആയിരക്കണക്കിന് ആശുപത്രികളിലായി ചിതറിക്കിടക്കുകയാണ്. ഇത് ഈ മേഖലയിലെ ഏകീകരണത്തിന് വേദിയൊരുക്കുന്നു. ഇതോടൊപ്പം തന്നെ ചെറിയ ആശുപത്രി നിലനിൽപ്പിനായി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 15ഉം 20ഉം ഒക്കെ വർഷങ്ങൾ ഒറ്റയ്ക്ക് ചെറിയ ആശുപത്രിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർമാർ സ്ഥാപനങ്ങളെ നയിക്കാൻ പിൻതലമുറയില്ലാത്തതും ചെലവുകൾ വർദ്ധിച്ചു വരുന്നതും ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളുമെല്ലാം കാരണം അത് തുടർന്നു കൊണ്ടുപോകുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വൃദ്ധജനസംഖ്യ ഇവിടെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 16%-ലധികം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതായത് ദേശീയ ശരാശരിയുടെ 10% മാത്രമാണ്. കൂടാതെ ജീവിതശൈലി ജന്യ രോഗങ്ങളും വളരെ വ്യാപകമാണ്. ഉദാഹരണമായി കേരളത്തിൽ 25% പേർക്ക് പ്രമേഹവും 44.3 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിവ്യക്തി വരുമാനം, ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിനായി പണം ചെലവഴിക്കാനുള്ള ശക്തമായ സന്നദ്ധതയും കൂടിച്ചേരുമ്പോൾ കേരളം പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങൾക്ക് ഏറെ ആകർഷകമായ ഒരു കേന്ദ്രമായി മാറുന്നു. പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപങ്ങൾ ആശുപത്രികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുകയും മികച്ച രീതിയിലുള്ള മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്നത് വഴി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഹ്രസ്വകാല ലാഭം മുൻനിർത്തിയുള്ള തീരുമാനങ്ങളും ചെലവ് ചുരുക്കൽ നടപടികളും രോഗി പരിചരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അമേരിക്കൻ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഗവേഷകർ 2023 നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത്, ഒരു ആശുപത്രിയെ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനം ഏറ്റെടുത്ത ശേഷം അവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് പുതിയ അണുബാധകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ സ്വീകരിക്കുന്ന ആശുപത്രികൾക്ക് സ്വയം ഭരണാവകാശം പരിമിതപ്പെടുകയും സ്ഥാപനത്തിലെ ഡോക്ടർമാർക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള പങ്കാളിത്തം കുറയുകയും ചെയ്യുന്നു. കൂടാതെ പ്രാദേശിക ആശുപത്രികൾ പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപം സ്വീകരിച്ച വൻകിട ആശുപത്രികളുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും.
കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് സ്വകാര്യ ഇക്വിറ്റികളുടെ കടന്നുവരവ് ആവശ്യമായ മൂലധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുന്നതിനും സഹായകരമാകും. എന്നാൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഈ പുതിയ മാറ്റം തിരിച്ചറിയാനും മേൽപ്പറഞ്ഞ ഗുണദോഷങ്ങൾ തുലനം ചെയ്ത് ജാഗ്രതയോടെ മുന്നോട്ട് പോകുവാനും സർക്കാരും ആരോഗ്യ വകുപ്പും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്.